അപ്പോൾ ഈ നമ്പറുകൾ 2 കൊണ്ടും 3 കൊണ്ടും 6 കൊണ്ടും മാത്രം ഹരിക്കാൻ പറ്റുന്ന നമ്പറുകളാണ്. മറ്റുള്ള നമ്പറുകൾ കൊണ്ടൊന്നും ഹരിക്കാൻ പറ്റില്ല. അപ്പോൾ അങ്ങനത്തെ രീതിയിൽ എഴുതി വെച്ചിട്ടുള്ള നമ്പറാണ്. അപ്പോൾ ഇത് നമ്മൾ ഫേസ്ബുക്കിൽ ഒരു ഫോട്ടോ ഇട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇതിനെക്കുറിച്ച് അറിയാത്തവർക്കാണ് ഈ പറയുന്നത്. അപ്പോൾ ലാസ്റ്റ് നമ്പർ കണ്ടില്ലേ, 2 4 6 8 2 4 6 8 ഇരട്ട നമ്പറുകൾ മാത്രം വരുന്ന 2 കൊണ്ടും 3 കൊണ്ടും 6 കൊണ്ടും മാത്രം ഹരിക്കാൻ പറ്റുന്ന കുറച്ച് വെറൈറ്റി നമ്പറുകൾ. അപ്പോൾ ഇത് ഞാൻ ഇത്ര എഴുതി വെച്ചിട്ടുള്ള ഫോട്ടോസുകൾ അയച്ചിട്ടുണ്ടായിരുന്നു. അതിൽ നോക്കി ഫേസ്ബുക്കിൽ നോക്കിയാൽ കാണാൻ പറ്റും. ഇതിൽ വേറെ നമ്പറുകൾ നമ്മൾ എഴുതി ഉണ്ടാക്കണം. അതെന്താ സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ കാണുന്ന നമ്പറാണ്. ഇത് വീണ്ടും എഴുതണം നമ്മൾ. അപ്പോൾ ഇതെങ്ങനെയാണ് എഴുതേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ 1362 ഇതിൽ കൂടി നമ്മൾ എന്ത് ചെയ്യണം, 180 കൂട്ടണം. 180 കൂട്ടിക്കഴിഞ്ഞാൽ ഇപ്പോൾ നമുക്ക് 1542 കിട്ടും. ഇങ്ങനെ 1542 കിട്ടിയില്ല. അതിനുശേഷം നമ്മൾ എന്ത് ചെയ്യുക, ഇതിൽ കൂടി 72 കൂട്ടുക. അപ്പോൾ നമുക്ക് നെക്സ്റ്റ് നമ്പർ ഇവിടെ കിട്ടും. അതിൽ കൂടി വീണ്ടും 72 കൂട്ടുക, അപ്പോൾ നെക്സ്റ്റ് നമ്പർ കിട്ടും. അതിൽ കൂടി വീണ്ടും 72 കൂട്ടുക, അപ്പോൾ നെക്സ്റ്റ് നമ്പർ കിട്ടും. അങ്ങനെ 8 അവസാനിക്കുന്ന ഇതുവരെയുള്ള നമ്പർ കിട്ടും. അത് നിങ്ങൾ എഴുതിക്കോളൂ. അതിനുശേഷം വീണ്ടും ഈ 1542 കൂടെ 180 കൂട്ടുക. അപ്പോൾ ഇവിടെ ഈ അടുത്ത കോളത്തിലേക്കുള്ള ലാസ്റ്റ് 2 വരുന്ന നമ്പർ ഇവിടെ കിട്ടും. അതിനുശേഷം അതിൽ 72 കൂട്ടുക. അങ്ങനെ എഴുതി നമ്മൾ ഈ ഫോട്ടോ അയച്ചിട്ടുള്ളത് പോലത്തെ അവസാനം വരെ എഴുതേണ്ട നമ്പറുകൾ നമുക്ക് കിട്ടും. ഓക്കെ, അപ്പോൾ അതിലും കുറച്ച് നമ്പർ കിട്ടും. ഇതും കുറച്ച് നമ്പർ നമ്മൾ ഫോട്ടോ അയച്ചിട്ടുണ്ട്, കണ്ടല്ലോ. അപ്പോൾ ഇതാണ് ആ നമ്പറിൻ്റെ പ്രത്യേകതകൾ. മനസ്സിലായില്ലേ? ഇതിൽ ഒരു 180 കൂട്ടിക്കഴിഞ്ഞാൽ നേരെ ഇവിടേക്കാണ് പോവുക. അതിനുശേഷം ഇതിൽ 72 കൂട്ടുമ്പോൾ ഈ നമ്പർ കിട്ടും. വീണ്ടും 72 കൂട്ടുമ്പോൾ ഈ നമ്പർ കിട്ടും. വീണ്ടും 72 കൂട്ടുമ്പോൾ ഈ നമ്പർ കിട്ടും. പിന്നെ ഇതിൽ കൂടി ഒരു 180 കൂട്ടുമ്പോൾ ഇതിലേക്ക് കിടക്കും. അതിനുശേഷം 72 കൂട്ടുമ്പോൾ ഈ നമ്പർ കിട്ടും. 72 കൂട്ടുമ്പോൾ ഈ നമ്പർ കിട്ടും. പിന്നെ വീണ്ടും 72 കൂട്ടുമ്പോൾ ഈ നമ്പർ കിട്ടും. അങ്ങനെ തുടർച്ചയായിട്ട് നമുക്ക് എവിടം വരെയാണോ എഴുതേണ്ടത്, 4 നമ്പർ അവസാനിക്കുന്നവരെ നമുക്ക് എഴുതിയാൽ ഇതിൻ്റെ ഈ പാറ്റേണിൽ കറക്റ്റായിട്ട് 2 കൊണ്ടും 3 കൊണ്ടും 6 കൊണ്ടും മാത്രം ഹരിക്കാൻ പറ്റുന്ന നമ്പറുകൾ കളക്ട് ചെയ്യാൻ പറ്റും. അപ്പോൾ അവിടെ ബാക്കി എഴുതാനുള്ളത് നിങ്ങൾ എഴുതിക്കുക. അപ്പോൾ അതാണ് സംഭവം. ഇനി നമ്മൾ നോക്കാൻ പോണത് അതേപോലെ തന്നെ കുറച്ച് വെറൈറ്റി നമ്പറാണിത്. ഇതെന്താണ് സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ കുറച്ച് ഒരുപാട് ആൾക്കാർ ചില നമ്പറുകൾ എടുക്കുന്നത് കണ്ടിട്ടുണ്ടാവും. എന്താണ്, കാണിച്ചു തരാം. ചില ആൾക്കാരെ ഇപ്പോൾ എന്താ പറയുക, ഇരട്ട നമ്പറുകൾ എടുക്കും ലാസ്റ്റ്. ഇതൊക്കെ ഇരട്ട നമ്പറാട്ടോ, കണ്ട. അപ്പോൾ 14 16 18 ലാസ്റ്റ് 20 22 24 ഇപ്പം ഇങ്ങനെ എടുക്കും. അപ്പോൾ ഇതിൻ്റെ പകുതി, ഇപ്പോൾ ഒരു ഉദാഹരണം പറയുകയാണെങ്കിൽ 10 20, അതായത് 20ൻ്റെ പകുതി എത്ര, 10 കണ്ട. 10 20 ഇങ്ങനെയുള്ള നമ്പറാണ്. അതായത് ഇരട്ട നമ്പറിൻ്റെ നേർപകുതി തൊട്ടിപ്പുറത്തുണ്ടാവും. ഇപ്പോൾ 22ൻ്റെ പകുതി എത്ര, 11. ഓക്കെ, 24ൻ്റെ പകുതി എത്ര, 12. 26ൻ്റെ പകുതി എത്ര, 13. ഇങ്ങനെ എല്ലാ ഇരട്ട നമ്പറിൻ്റെയും പകുതി തൊട്ട് ബാക്കിലുണ്ടാവും, അതായത് മുന്നിലായിട്ടുണ്ടാവും. ഇതെന്താണ് ഇതിൻ്റെ പ്രത്യേകത? ഇങ്ങനെ ചില ഒരു തരം പ്രത്യേക നമ്പറാണിത്. ഇതെന്താണ് സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇതൊക്കെ ഒരു ഇരട്ട നമ്പറിനെ 51 കൊണ്ട് ഗുണിച്ചാൽ കിട്ടുന്ന നമ്പറാണ്. നിങ്ങൾക്ക് ഒരു ഉദാഹരണം പറയുകയാണെങ്കിൽ 36 × 51. 36 × 51. നമുക്ക് ഇതിൻ്റെ ഉത്തരം സിമ്പിളാണ്. എന്താ കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ, 36ൻ്റെ പകുതി എത്രയാണ്, 18. കണ്ട, ഇവിടെ 18 36 എന്നിട്ടാണ്. ഈ 36 എടുത്ത് 18ൻ്റെ ഇവിടെ ഇടുക. അപ്പോൾ 36 × 51 അല്ലെങ്കിൽ 51 × 36. ഈ 51 ഇവിടെ മെയിനായിട്ടുള്ള നമ്പർ. ഓക്കെ, ഇരട്ട നമ്പറിനെ, ഏത് ഇരട്ട നമ്പറിനെ 51 കൊണ്ട് ഗുണിച്ച് കഴിഞ്ഞാൽ നമുക്ക് ആ ഇരട്ട നമ്പറിൻ്റെ പകുതി ഇട്ട് കൊടുത്താൽ മതി അതിൻ്റെ ഇപ്പുറത്ത്. അത് ഏത് നമ്പറായാലും. ഇപ്പോൾ 76ൻ്റെ പകുതിയാണ് 38. ഓക്കെ, അപ്പോൾ 76 ഇപ്പോൾ 51 × 76 അല്ലെങ്കിൽ 76 × 51 തിരിച്ച് മറിച്ചിട്ടാലും ഇവിടെ ഉത്തരം വരുന്നത് 76ൻ്റെ പകുതി എത്രയാണ്, നമ്മളിവിടെ നോക്കി 38. കണ്ടല്ലോ. അപ്പോൾ 76 ഇവിടെ ഇടുക, 38 ഇവിടെ ഇട്ട് കഴിഞ്ഞാൽ 76 × 51ൻ്റെ ഗുണനഫലമാണ് ഈ കാണുന്നത്. മനസ്സിലായല്ലോ? അപ്പോൾ ഏതൊരു ഇരട്ട നമ്പറിന് 51 കൊണ്ട് ഗുണിക്കുകയെന്നുണ്ടെങ്കിൽ സിമ്പിളാണ്. ആ ഇരട്ട നമ്പറിൻ്റെ പകുതി എടുത്ത് ഇപ്പുറത്തിട്ടാൽ മതി. 72ൻ്റെ പകുതി എത്രയാണ്, 36. കണ്ടോ, 36 72. അപ്പോൾ 51 × 72 72 × 51 ചോദിച്ചാൽ നമുക്ക് സിമ്പിളാണ്, 72ൻ്റെ പകുതി വരുന്ന നമ്പർ. അപ്പോൾ ഇങ്ങനെയുള്ള നമ്പറുകൾ ഒരു വെറൈറ്റി നമ്പറാണ്. അപ്പോൾ അതുകൊണ്ട് ഞാനിത് കാണിച്ചു തരുന്നത്. അപ്പോൾ ഇതാണ് സംഭവം. അപ്പോൾ ഇതിൽ നമ്മൾ എന്താ പറയുക, എപ്പോഴും ഈ നമ്പർ ചെന്നെടുത്താൽ നമുക്ക് കിട്ടണമെന്നില്ല, പ്രത്യേകം ശ്രദ്ധിക്കണം. 51 ഇപ്പോൾ എന്താ പറയുക, ഇപ്പോൾ 51 42 കണ്ടോ, ഇവിടെ 21 42. അപ്പോൾ നമുക്കിവിടെ 51 42
5142 അല്ലെങ്കിൽ 4251 ഇങ്ങനെയൊക്കെ നമ്പറുകൾ വരികയാണെങ്കിൽ ഒരു 51ൻ്റെ കൂടെ ഒരു ഇരട്ട നമ്പർ വരുന്നുണ്ടെങ്കിൽ മാത്രം നമുക്ക് 42ൻ്റെ ഏതാണ് 51 × 42 എത്ര 21 കണ്ട. അപ്പോൾ 2142 അല്ലെങ്കിൽ 4221 അല്ലെങ്കിൽ 2214 ഇങ്ങനെയുള്ള നമ്പറുകൾ നമുക്ക് നോക്കാം. അതായത് 51ൻ്റെ കൂടെ ഒരു ഇരട്ട നമ്പർ, ഏത് ഇരട്ട നമ്പറാണ് വന്നിട്ടുള്ളത് എന്ന് നിങ്ങൾ നോക്കേണ്ടി വരും. ഇപ്പോൾ 51 38 അടിച്ചെന്ന് വിചാരിക്കുക. 38ൻ്റെ പകുതി എത്രയാണ്? ഇവിടെ നോക്കിയാൽ മതി. 38ൻ്റെ പകുതി എത്രയാണ്? 16 അല്ലേ? അല്ല 19 കേട്ടാ. 38ൻ്റെ പകുതി 19. അപ്പം നമുക്ക് 51 38 വന്നിട്ടുണ്ടെങ്കിൽ അല്ലെങ്കിൽ 38 51 വന്നിട്ടുണ്ടെങ്കിൽ മാത്രം നമുക്ക് എന്ത് ചെയ്യാം? 19 38 എന്നുള്ള നമ്പറൊക്കെ കണ്ടാൽ നമുക്ക് ഒരു ചാൻസാണ്. അല്ലെങ്കിൽ പിന്നെ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്താ സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് കറക്റ്റായിട്ട് 51 38 അല്ലെങ്കിൽ ഈ നമ്പറൊക്കെ അടിച്ചു കഴിഞ്ഞാൽ നമ്മൾ ഓടിപ്പോയി 19 38 വരുന്നത്, ഒരു നമ്പർ കൂട്ടി മിക്കപ്പോഴും വരാറുണ്ട്. 19 39 ഓക്കെ 19 39 ഇങ്ങനെയുള്ള നമ്പർ, ഒരു നമ്പർ കൂട്ടിയാണ് മിക്കപ്പോഴും വരുന്നത്. ഞാൻ ശ്രദ്ധിച്ചൊരു കാര്യം 11 22 കറക്റ്റായിട്ട് 11 23 അടിച്ചത്. ഇതിൽ കൊടുത്തിട്ടുള്ള നമ്പർ 11 22 ആയിരിക്കും കണ്ടാ. ഇങ്ങനെയുള്ള നമ്പറുകളൊക്കെ മിക്കപ്പോഴും ഒരു നമ്പർ കൂട്ടിയാണ് അടി വരുന്നത്. അത് പ്രത്യേകം ശ്രദ്ധിക്കണം. 37 75 അല്ലെങ്കിൽ 37 74 ഇതിൽ നമ്മൾ പക്കാ നമ്പർ 37 74 ആണെങ്കിലും ഒരു നമ്പർ കൂട്ടിയാണ് ഇതിൽ കൂടുതലും അടി വരുന്നത്. 38 77 അല്ലെങ്കിൽ 76 അത് പ്രത്യേകം ശ്രദ്ധിച്ചോ. അപ്പോൾ 38 76 ഇങ്ങനത്തെ നമ്പറൊക്കെ എടുക്കണമെന്നുണ്ടെങ്കിൽ 51 76 അല്ലെങ്കിൽ 15 76 അല്ലെങ്കിൽ 51ൻ്റെ കൂടെ 76 വന്നിട്ടുണ്ടെങ്കിൽ മാത്രം ഇങ്ങനെയുള്ള നമ്പറുകൾ കണ്ടാൽ എടുക്കാം. ഓക്കെ, അതാണ് ഇതിൻ്റെ 51ൻ്റെ പ്രത്യേകത പറഞ്ഞെന്ന് മാത്രം. ഈ നമ്പറുകൾ ഏകദേശം 98 നമ്പർ അത്ര ഉള്ളൂ. പിന്നെ ഇവിടുന്ന് അങ്ങോട്ട് എഴുതാൻ പറ്റില്ല, കാരണം 5 നമ്പറാണ് വരുന്നത്, അതുകൊണ്ട് എഴുതിയിട്ടില്ല. നമുക്ക് ഇതുവരെ കിട്ടിയിട്ടുള്ളൂ. അപ്പോൾ ഇവിടം വരെ. ഇനി ഇതിൻ്റെ പ്രത്യേകത എന്താ സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് നോക്കിക്കഴിഞ്ഞാൽ അറിയാൻ പറ്റും ഓരോ നമ്പറിൻ്റെയും കൂടെ. ഇപ്പോൾ 16 32 ഇത് നിങ്ങൾക്ക് ഞാൻ എഴുതി വെച്ച് കാണിച്ചത് മാത്രം. അല്ലാന്നുണ്ടെങ്കിൽ സിമ്പിളാണ്. 16 32 അത് കഴിഞ്ഞാൽ 102 കൂട്ടിയാൽ മതി, ഈ നമ്പർ കിട്ടും. ഇത് കഴിഞ്ഞാൽ 102 കൂട്ടി ഈ നമ്പർ. ഇതിനിടയിലുള്ള ഡിസ്റ്റൻസ് മുഴുവൻ 102 ആയിരിക്കും. അതൊരു ടെക്നിക്ക് തന്നെയാണ്, ഒരു നല്ലൊരു ഐഡിയ ആണത്. പിന്നെ അത് മാത്രമല്ല, ഇങ്ങനെയുള്ള നമ്പറുകളൊക്കെ കൂട്ടിക്കഴിഞ്ഞാൽ 3 6 9ലേക്ക് വരുന്നൊരു ഐഡിയയും കൂടി ഇതിലുണ്ടാവും. അതും കൂടി ശ്രദ്ധിച്ചെന്നുള്ളത്. ഇത് നോക്കിയോ, 5 1 ഇവിടെ 6 അല്ല 6 7 9 കണ്ട. ഇതിവിടെ 7 8 4 12 12 എന്ന് പറയുമ്പോൾ 1 2 3 കണ്ട. അപ്പോൾ 6 9 3ലേക്ക് വന്നു. വീണ്ടും നമുക്ക് നോക്കാം 8 9 5 അല്ല 9 6 15 15 എന്ന് പറയുമ്പോൾ 5 1 6 തന്നെയാണ്. ഇവിടെ 9 9 18 കണ്ട. 18 എന്ന് പറയുമ്പോൾ 8 1 9 കണ്ട. അപ്പോൾ 6 9 3 6 9 ഇങ്ങനെ ഈ നമ്പറുകളൊക്കെ കൂട്ടിക്കഴിഞ്ഞാൽ വീണ്ടും 3 6 9 3 6 9 എന്നുള്ള മെത്തേഡിലേക്ക് തന്നെയാണ് ഈ നമ്പറുകളൊക്കെ വരുന്നത്. അപ്പോൾ ഇതൊക്കെ ഒരു 3 6 9ൻ്റെ നമ്പർ തന്നെയാണ്. ഇതേ 1 2 ഇവിടെ 3 വരുന്നു, 2 4 6 വരുന്നു കണ്ട. ഇവിടെ 4 2 6 6 2 9 വരുന്നു കണ്ട. 3 6 9 അടുത്തത് 3 6 9 അങ്ങനെ ഇത് കൂട്ടിയാലൊക്കെ 3 6 9 വരുള്ളൂ. ഇതിൻ്റെ പ്രത്യേകത 51ൻ്റെ പ്രത്യേകതയാണെങ്കിലും 51ൻ്റെ ഒരു ഗുണിതമാണെങ്കിലും 102ൻ്റെയും കൂടി ഒരു ഗുണിതമാണ്. അങ്ങനെ ഒരുപാട് പ്രത്യേകതകൾ ഈ നമ്പറിലുണ്ട്. മെയിനായിട്ട് ഏതൊരു ഇരട്ട നമ്പറിൻ്റെയും പകുതി 15 30ൻ്റെ പകുതി 15 കണ്ട. അപ്പോൾ 51 × 30 എത്രയെന്ന് ചോദിച്ചാൽ സിമ്പിളാണ്. അല്ലെങ്കിൽ 30 × 51 എത്രയെന്ന് ചോദിച്ചാൽ സിമ്പിളാണ്. 30ൻ്റെ പകുതി ഒരു ഇരട്ട നമ്പറിൻ്റെ പകുതി എടുത്ത് ഇവിടെ ഇട്ടാൽ മതി. ഓക്കെ, ഇതാണ് ഇതിൻ്റെ പ്രത്യേകത. ഇങ്ങനെ പ്രത്യേകതയുള്ള നമ്പറുകൾ വരുന്നത് പ്രത്യേകം ശ്രദ്ധിക്കുക. അല്ലാതെ ഓടിപ്പോയിട്ട് നിങ്ങൾ ലോട്ടറിയിൽ നിന്ന് എടുത്ത് ഒരിക്കലും കാശ് കളയരുത്. ഒരുപാട് ടിക്കറ്റുകൾ അച്ചടിച്ച് ഇറക്കുന്നുണ്ട്, അതിൽ പ്രൈസ് എന്ന് പറയുന്നത് വളരെ കുറവാണ്. അപ്പോൾ അതുകൊണ്ട് നോക്കി കണ്ടൊക്കെ ടിക്കറ്റ് എടുക്കുക. ഓക്കെ, ബൈ ബൈ, സി യു. നമുക്ക് അടുത്തൊരു വീഡിയോയിൽ കാണാം.